യാ ബുനയ്യ അഖിമിസ്സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തുക. വളരെ പ്രയാസമുള്ള കാര്യമാണ് നമസ്കാരം. ആർക്കാണ്? അള്ളാഹുവിനെ ഭയപ്പെടാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് പ്രയാസമുള്ള കാര്യമാണ്. ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഞാൻ പറയല്ല, അള്ളാഹ് പറയാണ്. ഇന്നഹാ, നമസ്കാരം, ലകബീറത്തുൻ, ഭാരിച്ച ചുമതലയാണ്. എന്തേ നിങ്ങൾ മനസ്സിലാക്കും, ഞങ്ങളൊക്കെ നിസ്കരിച്ചില്ലേ? പക്ഷെ ഭാരിച്ച ചുമതല നിർവഹിച്ച് നിസ്കരിച്ചു. അതാണ് ചോദ്യം. ഞാൻ പറയല്ല, മക്ക ഇമാം പറയാണ്. ആ ഭാരിച്ച ചുമതല എന്താണ്? അവിടെ തൊട്ടിട്ട് അള്ളാഹ് ക്ഷമിക്കാൻ പറഞ്ഞു. എന്താ ക്ഷമ കൈകൊള്ളണം? നിസ്കരിക്കുമ്പോൾ ക്ഷമ എന്തിനാ കൈകൊള്ളേണ്ടത്? ആ നിസ്കരിക്കുന്ന എ മുതൽ സെഡ് വരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട മുതൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് വരെ ഭൂമിയുമായുള്ള ബന്ധം ഒഴിവാക്കാൻ സാധിക്കണം. ക്ഷമ കൈകൊള്ളണം. അതിന് കുറച്ച് മെനക്കെടണം. നിങ്ങൾ ഒരു 2 റക്അത്ത് അങ്ങനെ നിസ്കരിക്കാൻ ഒന്ന് പരിശോധിക്കുക. 2 റക്അത്ത് മാത്രം നിസ്കരിക്കുക. അല്ലാഹു അക്ബർ ഇങ്ങനെയാ കാട്ടുന്നത്. ഇങ്ങനെയാ ലോകത്തെ ഒഴിവാക്കി, എന്നിട്ട് അള്ളാഹുലേക്ക് പരിപൂർണ സമർപ്പണ ബോധത്തോടു കൂടി കീഴ്വണങ്ങാൻ നിന്നു. ആ കീഴ്വണക്കം തുടങ്ങുന്നത് നൃത്തത്തിലൂടെയാണ്. അള്ളാഹിനെ പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന രംഗത്തിൽ നിന്നുകൊണ്ട് പുകഴ്ത്തുന്നു. എന്നിട്ട് പിന്നെ അള്ളാഹുവിനെ പുകഴ്ത്തി അവൻ്റെ ബഹുമാനം ഇങ്ങനെ ഹൃദയത്തിൽ കയറുമ്പോൾ അള്ളാഹുവിനൊന്ന് സുജൂദ് റുക്ഉ ചെയ്താലോ എന്ന് തോന്നുന്നു. അപ്പോൾ തല താഴ്ത്തുന്ന റുക്ഉ ചെയ്യുന്നു. വീണ്ടും ഉയർന്നുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു. വീണ്ടും അള്ളാഹുവിന് പരിപൂർണ രൂപത്തിൽ അവൻ്റെ ശരീരത്തിൽ ഏറ്റവും അള്ളാഹ് ബഹുമാനിച്ച ആദരിച്ച ശ്രേഷ്ഠതയുള്ള ആ നെറ്റിത്തടത്തെ ഭൂമിയിൽ താഴ്ത്തി വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു. സമർപ്പണബോധത്തോടു കൂടി ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ മുമ്പിൽ അടിമത്വം സമർപ്പിക്കാൻ ഞാൻ അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. മീതെ നിൽക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അദീം, മാന്യനായ റബ്ബ് പരിശുദ്ധനത്രേ, മാന്യനായ റബ്ബ്, ഉയർന്നതായ റബ്ബ് പരിശുദ്ധനത്രേ എന്ന് താഴെ നിന്റെ നെറ്റിത്തടം താഴ്ത്തിയിട്ട് മീതെ അർശിന്റെ മീതെ നിൽക്കുന്ന റബ്ബിനെ അഅ്ലാ എന്ന ആ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് നാം നമസ്കരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാൾ നമസ്കരിക്കുന്നതെങ്കിൽ അയാൾക്ക് ക്ഷമ കൈകൊള്ളേണ്ടി വരൂലേ? ക്ഷമ കൈകൊള്ളേണ്ടി വരും. ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭാര്യയുടെ എഴുത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭാര്യയുടെ വാട്സാപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് വന്നതായ എഴുത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അപ്പോഴൊക്കെ അതിനെ ദൂരം ചെയ്യാൻ, അതിനെ മാറ്റി നിർത്താൻ, എന്നിട്ട് ഓതുന്നതായ ആയത്തുകളിൽ, ഓതുന്നതായ സിക്റുകളിൽ, തസ്ബീഹുകളിൽ, തഹ്ലീലുകളിൽ മുഴുകാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ക്ഷമ കൈകൊള്ളണം എന്ന് പറയാൻ കാരണം. അതാണ് അള്ളാഹ് പറഞ്ഞത്, വഇന്നഹാ ലകബീറ, നമസ്കാരം വളരെ ഭാരിച്ച ചുമതലയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അള്ളാഹിനെ ഭയപ്പെടാൻ തീരുമാനിച്ചാൽ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കാൻ അവൻ തയ്യാറാണ്, ക്ഷമ കൈകൊള്ളാൻ തയ്യാറാണ്, ഒതുവെടുക്കാൻ തയ്യാറാണ്. മരം കോച്ചുന്ന തണുപ്പാണ് മദീനത്ത് ഈ ദിവസങ്ങളിൽ. പണ്ട് വർഷങ്ങളായിട്ട് ഈ സൈസിലുള്ള തണുപ്പ് വന്നിട്ടില്ല. ഇങ്ങനെയുള്ള മരം കോച്ചുന്ന തണുപ്പുള്ള സന്ദർഭത്തിൽ ചൂടുവെള്ളമില്ലെങ്കിൽ പ്രയാസമില്ല. നിർബന്ധമായ ബാധ്യത നിർവഹിച്ചാലേ തീരൂ, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിയാലേ തീരൂ എന്ന നിലക്ക് മുന്നോട്ട് കുതിക്കണമെങ്കിൽ എന്ത് വേണം? ഖാശിഈൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തിയായി മാറണം. അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ച വ്യക്തിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് മകനോട് വാപ്പ പറയുന്നത്, അഖിമിസ്സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തുക. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് വേണം? ക്ഷമ കൈകൊള്ളേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ച പ്രയാസത്തിൽ നിന്നിട്ട് വസ്ബിർ അലാ മാ അസാബക, നിങ്ങൾ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, കരുത്തുള്ളവർക്കുള്ള, കഴിവുള്ള, കരുത്തുള്ള, കടുകട്ടിയുള്ള ഈമാനുള്ളവരുടെ ഡ്യൂട്ടിയാണത്. കടുകട്ടിയുള്ള ഈമാനുള്ളവരായ ഉലുൽ അസ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന നബിമാരുടെയൊക്കെ ഡ്യൂട്ടിയാണത്. അതുകൊണ്ട് നീ അത് ചെയ്യുന്ന കുട്ടിയായി മാറണമെന്ന് കുട്ടിയോട് ഉപദേശിച്ച ഉപദേശത്തിൽ പിന്നെ മനുഷ്യന്മാരോട് ഇടപാടുകളെ കുറിച്ച് മദീന ഇമാം പറഞ്ഞതുപോലെ നാം മറ്റുള്ളവരെ ചൂട് നോക്കാൻ, അവരെക്കുറിച്ച് അന്വേഷിക്കാൻ, അവരെ തരം താഴ്ത്താൻ, അവരുടെ രഹസ്യം ചോർന്നെടുക്കാൻ, അവരുടെ രഹസ്യം കെട്ടെടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കാതിലേക്ക് ഈയം ഒരുക്കി ഒഴിക്കുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് സഹിഹ ഹദീസിൽ, ഇന്ന് മദീന ഇമാം ഓതിയതായ ഹദീസിൽ. അങ്ങനെ ആ മനുഷ്യാവകാശങ്ങളിൽ വീഴ്ച വരുത്താത്ത രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ നല്ല അഖ്ലാഖ്, നല്ല സ്വഭാവം, നിസ്കരിച്ച നിസ്കാരവും ചെയ്തതായ
സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ളതായ മാധ്യമങ്ങളൊക്കെ കണ്ടെത്തി എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്ന ഖാശിഈങ്ങളായി, മുഖ്ബിതീങ്ങളായി, മുത്തഖീങ്ങളായി, മുസ്ലിമീങ്ങളായി ജീവിക്കാനുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും ഉണ്ടാവണമെന്നതായ പഠനാർഹമായ ഒരു ക്ലാസ് ആയിരുന്നു മഹാനായ ലുഖ്മാൻ അൽ ഹക്കീം മകന് നൽകിയത്. ആ ക്ലാസിൻ്റെ വിശദാംശമായിരുന്നു ഇന്ന് മക്ക ഇമാം ഡോക്ടർ ബന്ദർ ഇബ്നു അബ്ദുൽ അസീസ് ബലീല എന്ന പണ്ഡിതൻ സംസാരിച്ചപ്പോൾ വിശദീകരിച്ചത്. അതിനെ മലയാളികളാകുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ശൈലിയിൽ ഞാനും വിശദീകരിച്ചു. നാം ചെയ്യുന്നതായ സർവ്വ പ്രവർത്തനങ്ങളെ, അതിലുള്ള വീഴ്ചകളെ നികറ്റി നമ്മിൽ നിന്നിട്ട് അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ.